അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ചൂടുള്ള ഈ ഒരു സമയത്തൊക്കെ നോമ്പൊക്കെ തുറക്കുമ്പോൾ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെയാണ്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഇതൊന്നങ്ങ് ചൂടാക്കിയിട്ട് എടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഈ പാലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചിട്ട് കുറുക്കിയിട്ടെടുക്കണം. ഒരുപാട് കുറുകി പോകേണ്ട, ഈ ഒരു ഗോതമ്പ് പൊടി ഒന്നങ്ങ് വെന്ത് കിട്ടിയാൽ മതിയാവും. ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അത്യാവശ്യം മധുരം വേണം. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കണം. പിന്നെ വാനില എസൻസിന് പകരമായിട്ട് ഏലക്കാപ്പൊടി വേണേലും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടൊന്നങ്ങ് തണുപ്പിച്ചെടുക്കണം. അങ്ങനെ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ആപ്പിളും കുറച്ച് ഉറുമാമ്പഴം അതേപോലെ തന്നെ കുറച്ച് പച്ചമുന്തിരിയും കറുത്ത മുന്തിരിയൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സൊക്കെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് കസ്കസും കൂടെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണിത്. ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.